സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണത്തിനിടെ അപകടങ്ങളും പെരുകുകയാണ്. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതകൾ തകരുന്ന സംഭവങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. ചതുപ്പ് പ്രദേശങ്ങളിൽ പില്ലറുകൾ സ്ഥാപിക്കാതെ തോടിനു കുറുകെ കലുങ്കു പണിത് അതിനു മുകളിലൂടെ വലിയ ഉയരത്തിൽ മണ്ണ് നിറച്ച് നിർമ്മിക്കുന്ന റോഡുകളാണ് ഇടിഞ്ഞു വീഴുന്നതിൽ അധികവും. അടുത്തിടെ കൊല്ലം മൈലക്കാട്ടുണ്ടായ അപകടവും മറ്റൊന്നല്ല. മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നു വീണതോടെയാണ് അപകടം പതിയിരിക്കുന്ന ജില്ലയിലെ മറ്റിടങ്ങളെക്കുറിച്ചുള്ള പരിശോധന ആരംഭിച്ചത്. എനിക്ക് പിന്നിൽ കാണുന്നത് മേവറം ജംഗ്ഷൻ. ഓരോ മിനിറ്റിലും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ചതുപ്പ് പ്രദേശമായ ഇവിടെ വലിയ ഉയരത്തിൽ മൺകൂനകൾ ഉയർത്തിയാണ് പാലം നിർമ്മിക്കുന്നത്. ചെറിയ പ്രദേശങ്ങളിൽ മാത്രമാണ് മേൽപ്പാലം പില്ലറിലുള്ളത്. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് നാട്ടുകാർ പരാതി ഉയർത്തിയിട്ട് നാളുകൾ ഏറെയായി. ഈ റോഡിന് കുറുകെയാണ് പെരുങ്കുളം ഏലയിലേക്ക് പോകുന്ന തോട് കടന്നു പോകുന്നത്. മഴക്കാലത്ത് വെള്ളം കുതിച്ചെത്തുന്ന ഈ തോടിന് മുകളിൽ കലുങ്ക് നിർമ്മിച്ച് അതിന് മുകളിൽ മണ്ണിട്ടുയർത്തിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മേൽപ്പാലത്തിൽ നിന്ന് 50 മീറ്ററോളം മാത്രം മാറിയാണ് ഈ കലുങ്ക് സ്ഥിതി ചെയ്യുന്നത്. മേൽപ്പാലത്തിന്റെ നീളം കുറച്ച് കൂട്ടിയിരുന്നുവെങ്കിൽ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. പറക്കുളത്തും സമാനമായ സ്ഥിതിയാണുള്ളത്. ഇവിടെയും കലുങ്ക് നിർമ്മിച്ച് അതിനു മുകളിൽ മണ്ണിട്ടുയർത്തിയിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഉയരപ്പാതയിൽ പലയിടങ്ങളിലായി വിള്ളൽ വീണിരുന്നു. കൊട്ടിയത്തെ സംബന്ധിച്ച് വയലുകളും നമ്മുടെ ചതുപ്പ് നിലങ്ങളുമാണ് ആ ഭാഗത്ത് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ജനങ്ങളുടെ അടുത്തെല്ലാം അഭിപ്രായം ചോദിച്ച് ഇവിടുള്ള ഇപ്പം ഈ കരാർ കമ്പനിക്കാർ അത് വേണ്ട രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. മഴ പെയ്യുമ്പോൾ ആറി പാനലുകൾക്കിടയിലൂടെ മണ്ണിറങ്ങുന്നുവെന്ന പരാതിയും ഉയരുന്നുണ്ട്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന കൊല്ലത്ത് അപകട സാധ്യത കൂടിയ മറ്റൊരിടമാണ് കടവൂർ. അഷ്ടമുടിക്കായലിന്റെ ഈർപ്പവും ചതുപ്പ് നിറഞ്ഞ ഈ പ്രദേശത്തും മൺകൂന ഉയർത്തിയാണ് റോഡ് നിർമ്മിക്കുന്നത്. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നാണ് സംയുക്ത സമിതിയുടെയും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ചതുപ്പും പാടവും നിറഞ്ഞ ഈ ഭാഗത്തും ഉയരപ്പാതയാണ് നിലവിലുള്ളത്. മൈലക്കാട് അപകടത്തിന് കാരണമായതും മണ്ണിനുറപ്പില്ലാത്തതും കലുങ്ക് തകർന്നതുമായിരുന്നു. ഉയരത്തിൽ മണ്ണിട്ടുയർത്തിയ പാടങ്ങളോ ചതുപ്പുകളോ ആയ മേഖലകളെല്ലാം വിശദമായ പരിശോധന നടത്തണമെന്നാണ് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം. കൊട്ടിയത്ത് നടന്നതെന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ പഠനം നടത്താതെ ചെയ്തതായിട്ടാണ് നമുക്ക് മനസ്സിലാവാൻ കഴിഞ്ഞത്. കാരണം അവിടെ ചതുപ്പ് പ്രദേശമാണ്. അപ്പോൾ അന്ന് തന്നെ ഇത് നടന്നപ്പോൾ സ്കൂൾ ബസ്സും കുട്ടികളുമായിട്ട് വന്നിരുന്നു. തലനാരിഴയ്ക്കാണ് അവർ രക്ഷപ്പെട്ടത്. നമ്മൾ എല്ലാവരും ഇതിൽ യാത്ര ചെയ്യേണ്ടതാണ്. നമുക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകേണ്ടതാണ്. ചതുപ്പ് നിലങ്ങളിലും വെള്ളക്കെട്ടിലും ആർച്ച് രൂപത്തിലുള്ള കോൺക്രീറ്റ് നിർമ്മാണത്തിന് മുകളിലൂടെ റോഡും പാലവും പണിയുന്ന രീതിയാണ് വയഡക്റ്റ്. ഈ രീതി മറ്റിടങ്ങളിലും ഉണ്ടാകണമെന്നാണ് വിദഗ്ധ സമിതി അഭിപ്രായപ്പെടുന്നത്. അതേസമയം പില്ലറുകൾ ഉപയോഗിച്ച് കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആവശ്യവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. യാത്ര ചെയ്യാൻ നല്ല റോഡുകൾ വേണം. അത്തരം ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ ദേശീയപാത നിർമ്മാണം അപകടരഹിതമാക്കേണ്ടതും ഇതേ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.